ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. നല്ല പച്ച പപ്പങ്ങ കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ തോരൻ വളരെ നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു തോരൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഒഴിച്ചുകറിയും കൂടി മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി വയ്ക്കാം. നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഞെരടി മാറ്റി വയ്ക്കാം. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഞാൻ വളരെ ചെറിയൊരു പപ്പങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രഷായിട്ട് പറിച്ചെടുത്തതാണ്. വാടിയ പപ്പങ്ങയൊന്നും ഇതിന് ഉപയോഗിക്കരുത്. ഞെട്ടിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. പപ്പങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം അതിൻ്റെ ചുന കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെങ്കിൽ കളയണം. ഇതിപ്പോൾ വളരെ ഇളയ പപ്പങ്ങയാണ്, അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ പാകമാണ് നമുക്ക് വേണ്ടത്. കുരു വെച്ച് വരുന്ന പാകമാണ്. ഇതാണ് നമുക്ക് തോരനുണ്ടാക്കാൻ വളരെ നല്ലത്. ഈ കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു ഗ്രേറ്ററിലിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ ചെറിയ ഗ്രേറ്ററിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ പപ്പങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നേരിയതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് തോരൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് വഴറ്റി കൊടുക്കുക. വേപ്പില നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് കീറി ഇതിലേക്കിട്ട് ചൂടാക്കുക. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10-15 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇങ്ങനെ ചേർത്താൽ ഈ തോരന് വളരെ നല്ല ടേസ്റ്റാണ്. ചെറുള്ളി ചേർത്ത് ഒന്ന് വാടിയാൽ മാത്രം മതി. വാടി കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ചേർക്കാം. വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് പച്ചമുളക് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പങ്ങ ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായിട്ട് ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പപ്പങ്ങയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ നല്ലതുപോലെ ചൂടാക്കുക. പപ്പങ്ങയിൽ നിന്ന് ആവി വരുന്നത് വരെ ചൂടാക്കണം. നന്നായിട്ട് ചൂടായി ആവി വരുന്ന സമയത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇനി കുക്ക് ചെയ്യുന്നത്. തിരുമ്മിയ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങയും കൂടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയായി. ഇനി ഇതിലേക്ക് ചേർക്കാനൊന്നുമില്ല. ഇത്രയും മാത്രമാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. വീട്ടുമുറ്റത്തുള്ള പപ്പങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഈ തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വളരെ നല്ല ടേസ്റ്റുമാണ്, വളരെ ഹെൽത്തിയുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ തോരൻ ഉണ്ടാക്കാം. പപ്പങ്ങ വീട്ടിലുള്ളവർക്ക് ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇതിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറിയോ അല്ലെങ്കിൽ പരിപ്പ് നീട്ടി തളിച്ചതോ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ചോറ് തിന്നാം. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.